മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പത്തനംതിട്ട SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ടു. അവിടെ പോലീസുമായി ഒരു ചെറിയ ഏറ്റുമുട്ടൽ അവിടെ സംഭവിക്കുന്നുണ്ട്. അവിടെ സ്ഥിതിഗതികൾ സംഘർഷഭരിതമാകുന്നു. ശ്രീകുമാർ ചേരുന്നു. ലാത്തി ചാർജാണോ? ലാത്തി ചാർജ് എന്നൊരു ഘട്ടത്തിലേക്ക് പോലീസ് ഇപ്പോൾ കടന്നിട്ടില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ സമരത്തിന് ശേഷം പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ആ പിരിഞ്ഞു പോയ സമയത്ത് സ്വാഭാവികമായി പോലീസ് അവരുടെ പുറകെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് കൃത്യമായ രീതിയിൽ ഇത്തരത്തിൽ പ്രവർത്തകരുടെ കുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ പോലീസ് അവരെ ആദ്യം അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു നീക്കം നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂഡിന്റെ നേതൃത്വത്തിലായിരുന്നു അത്തരത്തിലൊരു നീക്കം നടന്നത്. എന്തായാലും വിജയ് ഇന്ദുചൂഡിന്റെ നേതൃത്വത്തിൽ നടന്ന നീക്കത്തിന്റെ ഭാഗമായി പോലീസ് അവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമം നടത്തി. ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി. ഇപ്പോൾ അതിനുശേഷം പ്രവർത്തകർ പിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും പോലീസ് പുറകെ തന്നെയുണ്ട്. ഇനി എന്തെങ്കിലും തരത്തിൽ റോഡ് ഉപരോധമോ മറ്റോ ഉണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ ലാത്തി ചാർജ് അടക്കം നടത്തുമെന്ന് പോലീസ് DYSP മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞു പോവുകയാണ്. ഏതാനും ചില പ്രവർത്തകരെ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് മാർച്ചാണ് ഇപ്പോൾ സംഘർഷഭരിതമാവുന്നത്. അവിടെ സമരം ചെയ്ത പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതിനിടയിലാണ് സംഘർഷത്തിലെ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തൃശ്ശൂരിലെ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് കൂടി കാണുന്നുണ്ട്. ഇത് കോട്ടയത്താണ്. കോട്ടയത്ത് ബാരിക്കേഡ് മറിച്ചുവാൻ ശ്രമിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പ്രത്യക്ഷ സമരത്തിലേക്ക് PV അൻവർ ഉന്നയിച്ച ആഭ്യന്തര വകുപ്പിനെതിരെ, ADGPക്കെതിരെ, PCCക്കെതിരെ ഒക്കെ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ പ്രതിപക്ഷ യുവജന സംഘടനകൾ സമരരംഗത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ഇന്നലെയും ഇന്നുമായി കാണുന്നത്. നാളെ KPCC തന്നെ, നാളെ കോൺഗ്രസ് പാർട്ടി തന്നെ പ്രധാനമായും സമരരംഗത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ആ പ്രതിഷേധം, ആരോപണങ്ങൾക്കപ്പുറം പ്രതിഷേധം തെരുവിലേക്ക്, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം തെരുവിലേക്ക് ഇറങ്ങുന്നു എന്നതാണ് കാഴ്ച. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായി. ഇന്നലെ മലപ്പുറത്തെ ഒക്കെ മാർച്ച് നമ്മൾ കണ്ടിരുന്നു. ഇന്നിപ്പോൾ പത്തനംതിട്ടയിലും തൃശ്ശൂരും കോട്ടയത്തുമടക്കം പ്രതിഷേധ മാർച്ചിലേക്ക് പോകുന്നു. പ്രവർത്തകരെ പത്തനംതിട്ടയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പോലീസ് അങ്ങനെ ലാത്തിച്ചാർജ് എന്നുള്ള ഒരു നടപടിയിലേക്ക്, കോട്ടയത്തെ ജലപീരങ്കി പ്രയോഗത്തിൻ്റെ ദൃശ്യങ്ങളാണ്. ടോബി ജോൺസൺ ചേരുന്നു. ടോബി, പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നു. ജലപീരങ്കി പ്രയോഗം സമരങ്ങളിലെ പതിവ് കാഴ്ച കോട്ടയത്തും ആവർത്തിക്കുകയാണ്. ടോബി. തീർച്ചയായിട്ടും പതിവ് കാഴ്ചകൾ ആവർത്തിക്കുന്നു. ഒരു ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അത്രത്തോളം ആളുകൾ എത്തിയില്ല, പ്രവർത്തകർ എത്തിയില്ല. പക്ഷേ ഉണ്ടായിരുന്ന ആളുകൾ അവർ ഇവിടെ SP ഓഫീസിന് മുന്നിലേക്ക് മാർച്ചുമായി വന്നു. ആ മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. ആ തടഞ്ഞ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. അപ്പോഴാണ് ഈ ജലപീരങ്കി പ്രയോഗം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം. കഴിഞ്ഞ ദിവസം DCCയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ചും ധർണയും ഒക്കെ നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ഈ ADGPയുടെയും ഒക്കെ രാജി തന്നെയാണ് ഇവരുടെ പ്രധാന ആവശ്യം. അടുത്തിടെ ഉണ്ടായ പ്രശ്നങ്ങളിലെല്ലാം സർക്കാർ നാണം കെട്ട് നിൽക്കുകയാണ്. ആ നാണം കെട്ട് നിൽക്കുന്ന സർക്കാർ പുറത്തേക്ക് പോകണം എന്നൊരു ആവശ്യം തന്നെയാണ് യൂത്ത് കോൺഗ്രസും മുന്നോട്ട് വെച്ചത്. അല്പസമയം മുമ്പ് ജോസഫ് വാഴക്കനാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം അദ്ദേഹം പോയതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ പ്രവർത്തകർ, ഏകദേശം 19ഓളം പ്രവർത്തകരുണ്ട്. അവർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചു. കമ്പുകളും വടികളും ജലപീരങ്കിക്ക് നേരെ എറിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പോലീസ് ആ ബാരിക്കേഡുകൾ അവിടെ ഉറപ്പിച്ചു നിർത്തുകയാണ്. എന്തായാലും പ്രവർത്തകർ അതിന് മുകളിലേക്ക് വലിഞ്ഞു കയറി അപ്പുറത്തേക്ക് SP ഓഫീസിലേക്ക് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്തായാലും ആ പ്രവർത്തകരെ താഴെ ഇറക്കാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. കൂടുതൽ പോലീസുകാർ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം അല്പം ശക്തമാകുമെന്ന് അറിയിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് സേനയെ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും രണ്ടാം തവണയും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. പ്രവർത്തകർ അവിടെ നിന്ന് പൂർണ്ണമായി പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും 10-30ഓളം പ്രവർത്തകർ അവിടെ തന്നെ ആ ബാരിക്കേഡിന് സമീപത്ത് തന്നെ കൂട്ടമായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം നടത്തിയ മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തിരുന്നു. പക്ഷേ അത്രത്തോളം പ്രവർത്തകർ ഇന്ന് എത്തിയിട്ടില്ല. പക്ഷേ ഉള്ള പ്രവർത്തകർ അവർ മറികടന്ന്, ഈ ബാരിക്കേഡ് മറികടന്ന് SP ഓഫീസിലേക്ക് പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹാഷ്മി, ജലപീരങ്കി പ്രയോഗമാണ് കോട്ടയത്ത്. ആവർത്തി ജലപീരങ്കി പ്രയോഗം. പ്രവർത്തകരുടെ വലിയ സാന്നിധ്യം അവിടെയുണ്ട്.
ജലപീരങ്കി പ്രയോഗത്തിലും പിരിഞ്ഞു പോകാൻ കൂട്ടാകാതെ പ്രവർത്തകർ ബാരിക്കേഡ് മുന്നിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന കാഴ്ച പ്രേക്ഷകർ കാണുകയാണ്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം ഉണ്ടായി. ശക്തമായ ജലപീരങ്കി പ്രയോഗം ഉണ്ടാകുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നും. എന്തായാലും പോലീസുമായി ഒരു നേർക്കുനേർ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്നത്തെയുമായി സമരം. നാളെ കോൺഗ്രസും പ്രതിഷേധ മുഖത്തേക്ക് ഇറങ്ങുകയാണ്. പി വി അൻവർ എന്ന ഭരണപക്ഷ MLA പറയുന്ന ഒരു ആരോപണത്തെ തുടർന്ന് പ്രതിപക്ഷ സംഘടനകൾ രംഗത്തേക്ക് ഇറങ്ങുന്നുവെന്ന അസാധാരണമായി, പക്ഷേ അടുത്ത കാലത്ത് അങ്ങ് കേട്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത ഒരു പ്രതിഭാസം കൂടി നമ്മൾ ഈ പ്രതിഷേധത്തിൽ കാണുന്നുണ്ട് എന്നത് പറയാതെ വയ്യ. പി വി അൻവർ അത്രത്തോളം ഗുരുതര ആരോപണങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഉന്നയിക്കുന്നത്. ADGP MR അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനലാണ് എന്നതടക്കം അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇന്നലെ വൈകിട്ട് നമ്മളോട് പി വി അൻവർ സംസാരിക്കുമ്പോഴും ആവർത്തിക്കുന്നുണ്ട് നോട്ടോറിയസ് ക്രിമിനലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ചില കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുന്നതിൽ അദ്ദേഹത്തെ ഒരു ഇരുട്ടുമറയിൽ നിർത്തിക്കൊണ്ട് PCC അടക്കമുള്ള സംഘം നടത്തുന്നുവെന്നാണ് ഇന്നലെ പി വി അൻവർ നമ്മുടെ വൈകിട്ടത്തെ നമുക്ക് അനുഭവിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞത്. അതിനെ തുടർന്നൊക്കെ ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരും സമാനമാണ് സാഹചര്യം. തൃശ്ശൂരും ബാരിക്കേഡ്, അവിടെയും ജലപീരങ്കി, അവിടെയും പിരിഞ്ഞു പോകാത്ത പ്രവർത്തകർ. സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, എന്താണ് തൃശ്ശൂരെ സമര സാഹചര്യം? ബാരിക്കേഡ് മറിഞ്ഞു. സൂരജ്. ഹാഷ്മി, തൃശ്ശൂരിൽ സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് തൃശ്ശൂരിൽ സമരം വഴിമാറുന്നു എന്നുള്ളതാണ്. ബാരിക്കേഡ് ഉയർത്തിക്കൊണ്ട് പ്രവർത്തകരെ തടയാനായിരുന്നു പോലീസ് ശ്രമിച്ചത്. പക്ഷേ അത് ദൃശ്യങ്ങളിൽ കാണുന്നത് ബാരിക്കേഡ് പൂർണ്ണമായും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തകർത്തിരിക്കുന്നു. അത് തൃശ്ശൂരിൽ പൂർണ്ണമായും ബാരിക്കേഡ് തകർത്തുകൊണ്ട് ഇത് കമ്മീഷൻ ഓഫീസിലേക്കായിരുന്നു ഈ മാർച്ച്. ആ സമരം മുന്നേറാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പൂർണ്ണമായും തൃശ്ശൂരിൽ സ്ഥാപിച്ച ബാരിക്കേഡ് പൂർണ്ണമായും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തകർത്തിരിക്കുന്നു. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രവർത്തകർ ഇപ്പോൾ ഈ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ നിരന്തരമായി ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ നേരിടുന്ന പോലീസിനെയാണ് കാണുന്നത്. ശക്തമായ പ്രതിഷേധം അത് തൃശ്ശൂരിലും അലതല്ലുകയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ മാഫിയ തലവനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന മുദ്രാവാക്യത്തോടൊപ്പം തൃശ്ശൂർ പൂരം അട്ടിമറിച്ച പോലീസ് എന്നൊരു പഴി തൃശ്ശൂർ പോലീസിന് മുകളിൽ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് RSSുമായി ഗൂഢാലോചന നടത്തിയെന്ന തരത്തിൽ കോൺഗ്രസും മുൻ LDF സ്ഥാനാർത്ഥി സുനിൽകുമാറും അടക്കം ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. പി വി അൻവറിന്റെ ആരോപണം ഏറ്റെടുത്തുകൊണ്ട് ഈ തൃശ്ശൂർ പൂരം അടക്കം വലിയ ചർച്ചയായി നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. അതേ കമ്മീഷൻ ഓഫീസിലേക്ക്, അതായത് തൃശ്ശൂരിലെ കമ്മീഷണറാണ് ഈ പൂരം അട്ടിമറിക്ക് പിന്നിൽ എന്നുള്ളതായിരുന്നു ഈ ഉയർന്ന ആരോപണം. ആ ആരോപണത്തിൽ ശക്തമായ പ്രതിഷേധം അത് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്താനാണ് യൂത്ത് കോൺഗ്രസ് നിശ്ചയിച്ചിരുന്നത്. ഈ സമരത്തിന് കമ്മീഷൻ ഓഫീസിൽ നിന്ന് 100 മീറ്റർ അകലെ തന്നെ ബാരിക്കേഡ് ഉയർത്തിക്കൊണ്ട് ഈ പ്രവർത്തകരെ നേരിടാൻ ശ്രമിച്ചു. പക്ഷെ ആദ്യഘട്ടത്തിൽ ഈ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ പൂർണ്ണമായും ബാരിക്കേഡുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തകർത്തു. ഇപ്പോൾ അവർ ആ ബാരിക്കേഡ് മറികടന്ന് മുന്നേറാൻ ശ്രമിച്ചെങ്കിലും നിരന്തരമായി ജലപീരങ്കി അടിക്കുന്നു. ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ നേരിടാൻ ശ്രമിക്കുന്നു. പക്ഷേ പ്രവർത്തകർ പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നവർ മാത്രമല്ല, റോഡിന് ഇരുവശത്തും പ്രവർത്തകർ തമ്പടിച്ചു നിൽക്കുന്നുണ്ട്. ഈ കുറച്ച് പേർക്കെതിരെ മാത്രമാണ് ഈ ജലപീരങ്കി ഉപയോഗിക്കുന്നതെങ്കിൽ പോലും നിരവധി പ്രവർത്തകർ സമീപത്ത് സംഘടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ ഈ അതാ ബാരിക്കേഡ് മറികടന്ന് മുന്നേറാൻ ശ്രമിക്കുന്നു പ്രവർത്തകർ. ജലപീരങ്കി താൽക്കാലികമായി പോലീസ് അവസാനിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ബാരിക്കേഡ് മറികടന്ന് മുന്നേറാനുള്ള ഒരു ശ്രമം അത് യൂത്ത് കോൺഗ്രസുകാർ നടത്തുന്നു. പോലീസിന് നേരെ പ്രകോപനം മുതിർന്ന നേതാക്കൾ ഇടപെട്ടത്. പോലീസും ഇവരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നു, കയ്യാങ്കളി ഉണ്ടാകുന്നു. പ്രവർത്തകരും പോലീസും തമ്മിൽ മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. പക്ഷേ അറിയേണ്ടത് ഈ ബാരിക്കേഡ് മറികടന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ്. ബാരിക്കേഡ് പൂർണ്ണമായും തകർത്തിട്ടുണ്ട്. എന്നാൽ പോലും നിലവിൽ പോലീസും ഇവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു. പോലീസും ഇവരും മുഖാമുഖം എന്ന് പറയാവുന്ന തരത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസും പ്രവർത്തകരും രണ്ടു വശത്തായി തിരിഞ്ഞു നിന്നുകൊണ്ട് വാക്കേറ്റം നടത്തുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്ന. മുതിർന്ന പ്രവർത്തകരും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഇടപെട്ടുകൊണ്ട് പോലീസിനെയും പ്രവർത്തകരെയും രണ്ടു വിഭാഗത്തെയും ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഈ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകരുത് എന്ന് പ്രവർത്തകരോട് പറയുന്നുണ്ട്. പക്ഷേ അവർ പിന്മാറുന്നില്ല. വലിയ രീതിയിലുള്ള പ്രകോപനം, വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാൻ നിർദ്ദേശം നൽകുന്നു പോലീസ്. പ്രവർത്തകർ പിന്നിട്ട് പോകാതായതോടുകൂടി വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാൻ നിർദ്ദേശം നൽകുന്നു. ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പോലീസ് നടത്തുന്നു. പ്രവർത്തകർക്ക് നേരെ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാനുള്ള ഒരു നീക്കമാണ്. ഒരു തരത്തിലും ഈ ബാരിക്കേഡ് തകർത്തെങ്കിൽ പോലും ഇവിടെ നിന്ന് പിന്മാറാൻ, അതായത് ബാരിക്കേഡ് തകർത്തതിന് തൊട്ടു പിന്നാലെ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ ഇവിടെ നിന്ന് പിന്തിരിയാൻ തയ്യാറാകുന്നില്ല. ആ സാഹചര്യത്തിലാണ് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് കടക്കുന്നത്. പക്ഷേ
പ്രവർത്തകർ ഇപ്പോഴും ഈ തകർത്ത പൂർണ്ണമായും ബാരിക്കേഡ് തകർത്തിരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. പൂർണ്ണമായും തകർത്ത ബാരിക്കേഡിന് മുന്നിൽ ഈ പ്രവർത്തകർ സംഘടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. മാഫിയ തലവനായ മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പക്ഷേ ഈ സമരത്തിലുടനീളം അവർ ഉയർത്തിപ്പിടിച്ചത് തൃശൂർ പൂരം അട്ടിമറിച്ച പോലീസാണ്. കോട്ടയത്തും സൂര്യജലമുണ്ട്. കോട്ടയത്തെ പ്രേക്ഷകർ ദൃശ്യങ്ങൾ കാണുന്നത് കടുത്ത ജലവീരങ്കി പ്രയോഗമാണ്, അതിശക്തമായ ജലവീരങ്കി പ്രയോഗം. അതിനെ ചെറുത്ത് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. അവിടെയും ഇതുതന്നെയാണ്, ബാരിക്കേഡ് ഏത് വിധേനയും മറികടക്കുക അല്ലെങ്കിൽ ബാരിക്കേഡ് മറിച്ചിടാനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നു. പോലീസുമായി ഒരു നേർക്കുന്ന ഏറ്റുമുട്ടലിലൊക്കെ ഏതു സമയവും അടി പൊട്ടിയേക്കാം, ഒരു ലാത്തി ചാർജ് പൊട്ടിയേക്കാം എന്നൊരു സാഹചര്യം അവിടെയുണ്ട്. സൂരജ് അവിടുന്ന് ടോബി ജോൺസ് ചെയ്തു. ടോബി, കോട്ടയത്തെ സമരം കുറച്ച് ശക്തമാവുമെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും കൂടുതൽ ശക്തമായിട്ട് തന്നെ ഈ സമരം മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. ഈ പ്രവർത്തകർ ഇവിടെ വന്ന് ബാരിക്കേഡ് മറിച്ചിട്ട് SP ഓഫീസിലേക്ക് മാർച്ച് നടത്താനുള്ള ശ്രമം തന്നെയാണ്. ഇപ്പോൾ KK റോഡിലാണ് ഈ മാർച്ച് നടക്കുന്നത്. അവിടെയാണ് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞത്. ഏതായാലും പ്രവർത്തകർ ഇപ്പോൾ ഈ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ്. 3 തവണ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു. അപ്പോൾ 3 തവണയും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കോട്ടയത്തും കാണാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പാണ് ജോസഫ് വാഴക്കൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പോയതിന് തൊട്ട് പിന്നാലെ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറിച്ചിട്ട് അപ്പുറത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. എന്നാൽ പോലീസ് അത് തടഞ്ഞു. ശക്തമായിട്ട് ചെറുത്തുനിൽപ്പ് തന്നെ പോലീസ് നടത്തി. അതുകൊണ്ട് തന്നെ ബാരിക്കേഡ് മറിച്ചിടാൻ ആ സമയത്താണ് ജലപീരങ്കി പ്രയോഗിച്ചത്. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് കോട്ടയത്തും അരങ്ങേറുന്നത്. മുഖ്യമന്ത്രിയുടെ രാജിയല്ലാതെ മറ്റൊന്നും വേണ്ട എന്നുള്ളൊരു നിലപാട് തന്നെയാണ്. കടുത്ത പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് പ്രവർത്തകർ പോകുന്നത്. പ്രവർത്തകർ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം DCCയുടെ മാർച്ചും പ്രതിഷേധവും ഒക്കെ നടന്നിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി അല്പം ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് തന്നെയാണ് പ്രവർത്തകർ കടന്നിരിക്കുന്നത്. വനിതാ പ്രവർത്തകർ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. എന്തായാലും